എല്ലാവർക്കും നമസ്കാരമുണ്ട്. ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാനൊരു വില്ലേജിൽ പോയിരുന്നു. 2-3 ദിവസം അവിടെ താമസിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നത്. ഞാനിതിൻ്റെ മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ പോയിരുന്നു എന്നുള്ളത്. ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. ഒരു വില്ലേജിൻ്റെ വീഡിയോ ആണ്. പക്ഷേ ശരിക്കും ആ വില്ലേജ് എനിക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ മഴയും പിന്നെ ഒരു ദിവസം അവിടെ നേപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഡേ. ആ 2 ദിവസം അങ്ങനെ പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരു ദിവസമേ പറ്റിയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. എന്തായാലും ആ വില്ലേജിൽ ഇനി എപ്പോഴെങ്കിലും വീണ്ടും തിരിച്ചു പോയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, എപ്പോഴെങ്കിലും ഇനി ഇന്തോനേഷ്യയിൽ വരുമ്പോൾ. എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കമൻസൊക്കെ അയക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ മാർത്ത ഇരിക്കുന്നുണ്ട്, ടിയയുടെ മകള് പ്രേമ ഇരിക്കുന്നുണ്ട്, ടിയ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു ബാസ്ക്കറ്റ് നിറയെ കുറേ ഫ്രൂട്ട്സും പിന്നെ ഇതാ ഇവിടെ ഇൻഡോമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടിയ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ടിയക്ക് ഒരു മകളാണ് പ്രേമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാർത്തയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർത്ത ടിയയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്. ഞങ്ങളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ടിയുടെ അമ്മയും വന്നിട്ടുണ്ട്, ലോത്താമി. ഞങ്ങൾ അറിയാവുന്ന ഭാഷയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്തൊക്കെയോ കയ്യിലും തലയിലൊക്കെ പുരട്ടി പിടിപ്പിക്കേണ്ട പരിപാടിയിലാണ്. കേട്ടോ, കുറേ നേരമായി അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട്. എന്തൊക്കെയോ മിക്സ് ചെയ്തു ഇപ്പം കയ്യിലൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുക. ടിയയുടെ അമ്മയ്ക്ക് ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. ആ കടയാണിത്. ഇവർക്ക് കുറച്ച് പന്നികളുണ്ട്. മാർത്തയും ഞാനും കൂടെ മെല്ലെ താഴേക്ക് ഇറങ്ങിയതാ അതിനൊന്ന് കാണാൻ വേണ്ടി. ഇത് കണ്ടോ, ഒരു പന്നിയെ വളർത്തുന്നത്. ഇവിടെ വില്ലേജിലെ ഏകദേശം വീടുകളിലും ഇതേപോലെ പന്നികളെ വളർത്തുന്നുണ്ട്. ടിയയുടെ അച്ഛൻ ഈ പന്നികൾക്കുള്ള ഭക്ഷണമായിട്ട് വരികയാണ്. ഇതാണ് ടിയയുടെ അമ്മയുടെ ഷോപ്പ്. ഫ്രണ്ടിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ സൈഡിൽ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് കുറേ കോഴികളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ഉള്ള ഒരു വില്ലേജ് ലൈഫില്ലേ, അതാണിപ്പോൾ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ടിയയുടെ ഫാദർ അവിടെ എല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്, പ്ലേറ്റ്, ഗ്ലാസ്, ഇതൊക്കെ. അദ്ദേഹം ടിയയുടെ അമ്മയെ സഹായിക്കുക, കാരണം അമ്മ കടയിലാണ്. ഇതുണ്ട് ഇവരുടെ വിറകടുപ്പാണിത്. ഇപ്പോൾ മാർത്തയുടെ അച്ഛനും അമ്മയാണിത്. അതായത് ടിയയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവും. അവരിപ്പോൾ മാർത്തയുടെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്. പിന്നെ അച്ഛൻ ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നതാണ് പാടത്ത്. ഇവിടെ ഇപ്പോൾ പ്രേമ അവിടെ ഇരിക്കുന്നുണ്ട്, ടിയ ഇതിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, മാർത്ത അവിടെ ഇരിക്കുന്നുണ്ട്. ടിയയുടെ അമ്മ ഇപ്പോൾ ഇവർക്ക് വൈകുന്നേരം പ്രാർത്ഥനയ്ക്കുള്ള ചില സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ കുരുത്തോല വെച്ചിട്ടാണ് ഇപ്പോൾ എന്തോ ഒരു ഫ്ലവർ പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ കുരുത്തോലയും പിന്നെ ഈ ചെമ്പകപ്പൂക്കളുമാണ് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മെയിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അടുത്ത മാങ്ങ പറി നടക്കുകയാണ് ടിയയും ഞാനും കൂടെ. ഇവിടെ ഒരു മാവിൽ നിറയെ മാങ്ങയുണ്ട്. അതിൽ നിന്ന് ഒരു മാങ്ങ പറിച്ചിട്ട് നമുക്ക് ഇതുണ്ടോ, ഇവിടെ ഈ മാവിൽ നിറയെ മാങ്ങയുണ്ട്. വേറെയുണ്ട് ഇവിടെ മാങ്ങ.
നമുക്ക് ഇവിടുന്ന് ഒരു മാങ്ങ പറിക്കാം. മാർത്തയും ടീയും കൂടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താ രസമല്ലേ. ഇന്തോനേഷ്യയില് സിംഗരാജയില്, ബാലിയിൽ സിംഗരാജയിൽ വന്നിട്ട് മാങ്ങ പറിക്കാൻ പോവാണ്. മാർത്ത മതിലിന്റെ മേലെ കയറിയിട്ടുണ്ട്. അത് കണ്ടോ മാങ്ങ. ഒരു മാങ്ങ പറിച്ചു. ഗുഡ്. ഇവിടെ ടിയയുടെ അച്ഛന് ഇവിടെ ടിയയുടെ അച്ഛൻ ഈ നമ്മുടെ വാഴ നമ്മൾ വെട്ടൂല്ലേ, വെട്ടിക്കഴിഞ്ഞാലുള്ള അതിൻ്റെ ആ തണ്ട് നുറുക്കിയെടുക്കുകയാണ് ഇവിടെയുള്ള പന്നികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടിയയുടെ അമ്മ ഇന്ന് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന മാങ്ങ ടിയ ഇവിടെ വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി ബാക്കി എന്താ നടക്കാൻ പോകുന്നുള്ളത് നോക്കാം. ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്ന പച്ചമാങ്ങ ടീയെ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെറ്റിലയിൽ ഉപ്പും കൊണ്ട് വെച്ചിട്ടുണ്ട്. ടീയ ഇവിടെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന പച്ചമാങ്ങ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കഴിക്കുക. നമ്മൾ പണ്ടത്തെ ഒരു തായ്ലൻഡിൽ നിന്ന് മാങ്ങ കഴിച്ച ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അതിനെ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായിട്ട് കഴിക്കുക. അതായത് ചുവന്ന മുളകുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ വെറ്റിലയിൽ ഉപ്പും കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ വെറ്റിലയിൽ ഉപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് മാങ്ങ കഴിക്കാൻ വേറെ തന്നെ ടേസ്റ്റാണെന്നാണ് ഇവിടെയുള്ള ചില ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത് കൂടാതെ ടിയ ഇതാ ബാലിനീസ് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പച്ചമാങ്ങ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പച്ചമാങ്ങ നല്ല കുട്ടി മാങ്ങയാണ്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് ഒരു പച്ചമുളകല്ല, ഇത് ഒരു വെള്ള മുളകില്ലേ അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പച്ചമാങ്ങ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. ആർക്കെങ്കിലും കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ കഴിച്ചോളണം പോയിട്ട് വാങ്ങിയിട്ട്. ഓ ട്രൈ. അപ്പം ടീയ പച്ചമാങ്ങ കഴിക്കാൻ പോണ്. ഇനി നമുക്ക് ഈ മുളക് കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. കേരളത്തിലെ ഏതോ ഒരു വില്ലേജിൽ നിന്ന് വന്നിട്ട് ഇന്തോനേഷ്യയിലെ ബാലിയിലെ സിംഗരാജ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വില്ലേജിൽ ഒരു കുടുംബത്തോടു കൂടി 3 ദിവസത്തേക്കാണ് ഞാനിവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 3 ദിവസം ഇവിടെയുള്ള ഈ വില്ലേജിലുള്ള ഈ വീട്ടിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഉപ്പെടുക്കുക, മുളകൊരു കടി. ഓ did you eat?
ഓ, ഈ മുളകിന് ഭയങ്കര എരിവ. എന്തായാലും ഈ ചില ഗർഭിണികൾക്കെല്ലാം ഈ പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരും ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പെട്ടെന്ന് പച്ചമാങ്ങ വരുത്തിക്കുക, കഴിക്കുക. ടേക്കുന്ന് ഇവിടെ ക്ഷേത്രത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ഈ ബാലിനീസ് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരികയാണ്. ഇത് കണ്ടോ, ഇവിടെയുള്ള ഈ സ്ത്രീകൾ ഈ ബാലിനീസ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ പോലും ഒരു പ്രത്യേക തരത്തിലുള്ള ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ല ഈ ട്രഡീഷണൽ ഡ്രസ്സ്. ടീയുടെ അമ്മ ഇത് കണ്ടോ, അമ്മയും ധരിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഇവിടെ പുരുഷന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ ആര് ധരിച്ചു കഴിഞ്ഞാലും ഈ ഡ്രസ്സിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇവർ ഇത് കണ്ടോ, ചെറിയൊരു കരിക്ക്, ഇത് അവർക്ക് അമ്പലത്തിൽ, അതായത് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ടീ ഇതാ ഇവിടുന്ന് കണ്ടോ, ഇതിൽ നിറയെ ഫ്രൂട്ടുകളും പല ഐറ്റംസുകളുണ്ട്, സ്വീറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ടീയ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടോ, ഇതിൽ നിറയെ ഫ്രൂട്ടുകളാണ്. ഓക്കെ ടീയ, അപ്പോൾ അവർ ക്ഷേത്രത്തിലേക്ക് പോട്ടെ. ടീയുടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ടീയുടെ സിസ്റ്ററാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക വീട്. ഇതാണ് ടീയുടെ വീട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇതിലായിരുന്നു ഞാൻ കിടന്നുറങ്ങിയത്. ടീയുടെ അമ്മ ഇത് എവിടെ ഇരിക്കുന്നു. അവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട്, പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഇവർക്ക് ഇങ്ങനെ, അതായത് ഇതിൻ്റെ താഴെ ടീയുടെ അമ്മയുടെ ഷോപ്പാണ്. ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടോ, ഇത് ഇവർ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ സ്പീക്കറൊക്കെ കണ്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരു ചെന്തങ്ങുണ്ട്. ഇത് ഇവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, ഇതിൻ്റെ ഈ കരിക്ക്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, അങ്ങോട്ട് കാണുന്നത്, ദൂരെ കാണുന്നത് നെൽകൃഷിയാണ്, തട്ടായിട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ വേറെ ഒരു ചെന്തങ്ങുണ്ട്. Mau pas ngalele mau jog kene betnya abah sanga sih. Hah? Saya ada nih. ഇത് ടീയുടെ തന്നെ ഒരു ഔട്ട് ഹൗസ് ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇവർ ഇനി ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട് ഇതിന്. അതിൻ്റെ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഇവിടെ റംബൂട്ടാൻ ഇത് കണ്ടോ, ഇത് റംബൂട്ടാൻ്റെ മരമാണ്. ഇതിൽ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇരിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും പിന്നെ ഇവർ യൂസ് ചെയ്യുന്നില്ല. ഇപ്പുറത്ത് ഇവിടെ വലിയൊരു ദുരിയാൻ്റെ മരമുണ്ട്. ഇത് കണ്ടോ, അതിൽ ദുരിയാൻ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ദുരിയാൻ്റെ സീസണാ. ടീയുടെ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ
നമുക്ക് ആദ്യം കാണാൻ കഴിയുക ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള സൗകര്യമാണ്. ഇവിടെയാണ് ഇവരെല്ലാം ഇരുന്ന് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെയാണ് കുക്കിംഗ് നടത്തുന്നത്. അഥവാ അവിടെ വിറകടുപ്പുണ്ട്, അതിൽ പന്നികൾക്കുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതാണ് ടിയയുടെ വീട്. ഇവിടെ ഇവർക്ക് വേറൊരു കിച്ചൺ ഉണ്ട്, പക്ഷേ അതവർ ഒരു സ്റ്റോർ റൂം പോലെയാണ് ഉപയോഗിക്കുന്നത്. ടിയയുടെ അച്ഛനാണിത്. ഇതാണ് മൊത്തത്തിൽ ടിയയുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇങ്ങനെ ഇത്രയും നല്ലൊരു ഫാമിലീൻ്റെ കൂടെ 2-3 ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞത് എനിക്ക് ശരിക്കും നല്ലൊരു ഭാഗ്യമായിട്ട് തോന്നി. ഇത്രയും സ്നേഹനിധികളായ ഈ ഒരു കുടുംബത്തോടു കൂടി, ഈ കുടുംബത്തോടൊപ്പം 2-3 ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ തിരിച്ചു പോവാണ് ഇവിടുന്ന്. ടിയയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ടിയയുടെ സിസ്റ്ററാണ് ഇവിടെ ഉള്ളത്. പിന്നെ ടിയയുടെ ഫാദർ അപ്പുറം ഇരിക്കുന്നുണ്ട്. ഇതിലെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ടിയയുടെ ഇവരുടെ ഫാമിലി ടെമ്പിൾ ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടി ടിയ എന്നെ കൊണ്ടുപോകും. ഇതാണ് ഇവരുടെ കുടുംബക്ഷേത്രം. ഇതാണ് ഇത്. ഇതേപോലെ ഇവിടെ എല്ലാ വീട്ടിലും കുടുംബക്ഷേത്രം ഉണ്ടാവും. കണ്ടില്ലേ, നല്ല വലുപ്പമുണ്ട്. ഇവിടെയാണ് ഇവർ പ്രാർത്ഥനയും പൂജയൊക്കെ ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനിന്ന് ഇവരോടൊക്കെ വിട പറഞ്ഞ് സനൂരിലേക്ക് തിരിച്ചു പോവാണ്. ടിയ എൻ്റെ കൂടെ വരുന്നുണ്ട് സനൂരേക്ക്. അവൾ സനൂരാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഈ ഒരു സ്നേഹം എത്ര പറഞ്ഞാലും മതി വരാത്ത അത്രയ്ക്ക് എനിക്ക് ഇവരെ എന്നെ സ്നേഹിച്ച് കൊല്ലായിരുന്നു. എന്തൊരു നല്ല കുടുംബമാണെന്നറിയോ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഇതേപോലെയുള്ള കുടുംബങ്ങളൊക്കെ പരിചയപ്പെടാനും കാണാനൊക്കെ സാധിക്കുന്നത്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും പോയി. ടിയുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവര് കുറേ സമയമായിട്ട് ഇവിടെ എന്തൊക്കെയോ കത്തി വെച്ചോണ്ടിരിക്കുകയാണ്. ടിയുടെ സിസ്റ്റർ ഇപ്പൊ പോവും. അവള് ഞാനിന്ന് തിരിച്ചു പോകുന്നതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഇവിടുന്ന് ഇവരോട് യാത്ര പറയുമ്പോ ശരിക്കും കരയാണ്. ഇവിടെ എന്നെ കൊണ്ടുപോകാനായിട്ട് ശാന്തിയുടെ മകനും വന്നിട്ടുണ്ട്. പിന്നെ ഇവന്റെ ഗേൾ ഫ്രണ്ട് ആണ് ഇവിടെ ഇരിക്കുന്നത്. Terima kasih banyak. Iya. Sama-sama. Okay, see you again. Okay, friend. Ni view. Ya, mau jadi pasta tahu. Bye.
ടിയേൻ്റെ വീട്ടിൽ വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നു തോന്നില്ല. അത്രയ്ക്ക് നല്ല ആൾക്കാർ. ഈ വില്ലേജിൻ്റെ കുറേ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മഴ പറ്റിച്ചു. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ. അതുകൊണ്ട് വില്ലേജിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇതുപോലെയുള്ള വില്ലേജുകളെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. ശാന്തിയുടെ മകനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് സനൂറിലേക്ക് പോവാം. ടിയേൻ്റെ കൂടെ തിരിച്ച് സനൂറിലേക്ക് വരുന്നുണ്ട്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. 4.5 മണിക്കൂർ നേരത്തെ ഓട്ടോ ഉണ്ട് ഇവിടുന്ന്. എന്തായാലും ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവാണ്. ഈ ഗ്രാമത്തോടും ഈ നല്ലവരായ അച്ഛന് അമ്മ ഇവരുടെ കുടുംബത്തോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗ്രാമത്തിൽ നിന്നും പോവുകയാണ്. വീണ്ടും എന്തെങ്കിലും തിരിച്ചു വന്നിട്ട് നമുക്ക് ഇവിടെയുള്ള കുറേ കൂടുതൽ കാര്യങ്ങൾ കുറേ ചിത്രീകരിക്കാനുണ്ട്. നമ്മൾ ടിയയുടെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് സനൂരിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ് ഇപ്പം ഞാൻ ചിത്രീകരിക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ ഞാറാണ്, അതായത് റൈസ് ഫീൽഡാണ്. ഞാറ് ചെറുതായിട്ട് മൊട്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ എന്ത് മനോഹരമാണല്ലേ, കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന ഒരു കാഴ്ച. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. എന്തൊരു മനോഹരമായ, എന്ത് രസമാണല്ലേ. നമ്മൾ സനൂരിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാനൊരു അടിപൊളി വ്യൂ കണ്ടു. വണ്ടി നിർത്താൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, എൻ്റെ പിറകിൽ കാണുന്ന ഒരു വ്യൂ കണ്ടോ നിങ്ങൾ? ഇത് നോക്ക്, എത്ര മനോഹരമായ ഒരു ദൃശ്യമാണ് ഇതെന്നറിയാം. അങ്ങ് അകലെ കാണുന്നത് ഒരു പട്ടണമാണ്. മെഡുഗൽ എന്ന് പറയുന്ന ഒരു പട്ടണമാണ് കാണുന്നത്. കാർമേഘങ്ങൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ബ്രിഡ്ജിൻ്റെ, ഒരു പാലത്തിൻ്റെ മുകളിലാണിത്. ഇത് കണ്ട, എൻ്റെ പിറയിൽ കാണുന്നത് നൂറുകണക്കിന് കുരങ്ങന്മാരുണ്ട് ഇവിടെ. പക്ഷേ ഇവരൊന്നും ഉപദ്രവകാരികളല്ല, ഒന്നും ചെയ്യില്ല. എന്ത് രസമല്ല, ചെറിയ കുട്ടിക്കുരങ്ങന്മാരുണ്ട്. ഒരു ഉപദ്രവവും ചെയ്യൂല. ഇത് നോക്ക്, എത്ര 100 കണക്കിന് കുരങ്ങന്മാരുണ്ട്. ചെറിയ കുട്ടി മുതൽ വലിയ മുത്തശ്ശിമാരെ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണവും കിട്ടുന്നുണ്ട് ഇവിടെ. എല്ലാവരും, ഞാനും കൊടുത്തു. ഇതേപോലെ ഇവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും. ആരെ ഒന്നും ഉപദ്രവിക്കൊന്നും ചെയ്യില്ല. നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അതിൻ്റെ മേലെ അതൊന്ന് ഇരുന്നിട്ട് എന്നെ നോക്കുന്നു.
ഞങ്ങൾ വരുന്ന വഴിയിൽ കണ്ട കാഴ്ചയാ. ഇതാ ടീ ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടും അവൻ്റെ ഗേൾ ഫ്രണ്ടും ഇവിടെ നിൽക്കുന്നു. ദേവി എന്നാണ് അവളുടെ പേര്. അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താ ചെറിയൊരു കുട്ടി. ഇഷ്ടം പോലെ ഫുഡ്. ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നു. മെൻഡോസ് ആണ് കഴിക്കുന്നത്. അതുകൊണ്ടോ നമുക്ക് ഇവിടെ ഒരു സ്ട്രോബെറി തോട്ടമുണ്ട്. ആ സ്ട്രോബെറി തോട്ടം ഒന്ന് കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറേ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ പേരൊക്കെ ഉണ്ടായത്? എത്ര ഉണ്ടായത് നോക്ക്. നിറയെ പേരൊക്കെയാ. എന്തായാലും ഈ സ്ട്രോബെറി തോട്ടം ഒന്ന് കാണാം നമുക്ക്. ഹലോ. ഹായ്. നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ് ഇത്, ബദുഗുല്. ഇവിടെ പലവിധ ഫാം. ഇത് സ്ട്രോബെറി ഒക്കെ ഉണ്ടോ? ഇങ്ങനെയാണ് ഇവർ ഇത് ചെയ്യുന്നത്. ടിയക്കം ഇപ്പം ടിയ അവരൊരു ബാസ്ക്കറ്റ് വരും കണ്ടോ, ചെറിയ. ആ ബാസ്ക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ള സ്ട്രോബെറീസ് ഇവിടുന്ന് പറിച്ചിട്ട് അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ അത് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ പൈസ നമ്മളവിടെ പേ ചെയ്താൽ മതി. അപ്പോൾ ടിയ മുമ്പിൽ നടക്കുന്നുണ്ട്, ഞാൻ ബാക്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് സ്ട്രോബെറി നമ്മൾ പറിച്ചെടുക്കണം. ഇവരൊക്കെ പക്ഷെ സ്ട്രോബെറി ഇല്ലയെന്ന് തോന്നുന്നു. അതാ ഈ പയ്യൻ കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. ഹലോ. ഇതിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല സ്ലിപ്പറിയാണ് മഴ പെയ്തതുകൊണ്ട്. ഇത് കണ്ടോ സ്ട്രോബെറി ഉണ്ടായത്. നമുക്ക് നോക്കിയിട്ട് നല്ലത് പറിച്ചെടുക്കാം. ഇവിടെ എല്ലാവരും അതേപോലെ ബാസ്ക്കറ്റ് കൊണ്ട് വന്നിട്ട് ഇങ്ങനെ സ്ട്രോബെറി പറിച്ചെടുക്കണം. കുറച്ച് ഹൈറ്റിലേക്ക് കയറി വരണം. ഇവിടെ ഇപ്പോൾ ടിയ സ്ട്രോബെറി പറിക്കുന്നുണ്ട്. ഓൾറെഡി ആൾക്കാർ നല്ലതെല്ലാം പറിച്ച് കൊണ്ടുപോയി. ഇത് കണ്ടോ സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്നത്. പക്ഷേ ഏകദേശം ഇവിടെയുള്ള സ്ട്രോബെറി കഴിഞ്ഞു. കാരണം എത്ര ആൾക്കാർ, ഇത് കണ്ടില്ലേ, എത്രയോ ആൾക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോവാണ് ബാസ്ക്കറ്റ് എടുത്ത് വന്നിട്ട്. എന്നിട്ട് അവിടെ നിന്ന് തൂക്കിയിട്ട് അതിൻ്റെ പൈസ കൊടുത്താൽ മതി നമുക്ക്.
I think almost finished, Tia. No strawberry. കാരണം ഇവരൊക്കെ ഇതേപോലെ എല്ലാവരും വന്ന് പറിച്ചെടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഇതാ ഇവർക്ക് കുറച്ച് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. ഇതേണ്ട. താങ്ക് യു. ഇവിടെയൊക്കെ ആൾക്കാർ സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുക. അതേണ്ട, എത്ര ആൾക്കാരാണ്. എല്ലാവരും ബാസ്ക്കറ്റ് എടുത്തിട്ട് വരികയാണ്, ഫ്രഷ് സ്ട്രോബെറി പറിച്ചുകൊണ്ട് പോവാം. ഈ സ്ട്രോബെറി തോട്ടത്തിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക ഫീലിങ്. പക്ഷെ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഇല്ല, സാധനം കഴിഞ്ഞു. ഇവിടെ ഒരു സ്ട്രോബെറി അല്ലാതെ പിന്നെ കാബേജ്, അതേപോലെ മറ്റുള്ള സലാഡിൻ്റെ പല ലീഫുകൾ, അതായത് കസ് എന്നൊക്കെ പറയുന്ന അതേപോലെയുള്ള ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ ഫ്രഷ് ആയിട്ടുള്ള ഹലോ ഹായ്, how are you? ഈ കുട്ടി കുറച്ച് സ്ട്രോബെറി പറിച്ചെടുത്തിട്ടുണ്ട്. ബൈ ബൈ. ഇവിടെ ഇതുണ്ടോ ചെറിയ 2 കുട്ടികളുണ്ട്. എന്ത് വേണമെങ്കിലും ഇതേപോലെ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാം. എന്നിട്ട് അവിടെ താഴെ കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ തൂക്കിയിട്ട് അതിൻ്റെ വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് എത്രയാണ് അത് കൊടുത്താൽ മതി. നമ്മൾ പച്ചപ്പുളി പറിച്ച് തിന്നു, പച്ച മാങ്ങ പറിച്ച് തിന്നു. ഇനി ഇതാ ഒരു സ്ട്രോബെറി തോട്ടത്തിൽ കയറിയിട്ട് സ്ട്രോബെറി പറിച്ചെടുത്തു. പച്ചപ്പുളിയും പച്ച മാങ്ങയൊക്കെ കഴിച്ചല്ലേ, ഇനി ഫ്രഷായിട്ട് തോട്ടത്തിൽ കയറിയിട്ട് ഒരു സ്ട്രോബെറിയും കൂടെ പറിച്ച് തിന്നാം. ശരിക്കും കഴുകിയിട്ട് കഴിക്കേണ്ടതാണ്, പക്ഷെ മഴ പെയ്തതുകൊണ്ട് വൃത്തിയുണ്ട്. നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറിയാണ്, അതുമാത്രമല്ല ഫ്രഷ് അല്ലേ. ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമ്മളെ ചാനലിൽ നമുക്ക് കാണാം. ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത് ഈ മഴ പെയ്തത് കാരണം സ്ലിപ്പറിയാണ്. ഇതിൻ്റെ മേലേക്ക് കയറി വന്നപ്പോൾ ഇത് കണ്ടോ, നിറയെ പച്ചമുളക്. ഇത് പച്ചമുളക് തന്നെ, പക്ഷേ അതിൻ്റെ വേറൊരു വെറൈറ്റി. ഇതെന്ത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതും ഒന്ന് പറിക്കാം. ഒന്നല്ല 2 എണ്ണം പറിക്കാം. ഇതൊക്കെ ഇവിടെയൊക്കെ സ്ട്രോബെറി. ഇത് കൊള്ളൂല. ഇത് ബദുഗുൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടുത്തെ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ എപ്പോഴെങ്കിലും വന്നിട്ട് ചെയ്യണം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ടാവും. ഇവിടെ ടിയ മാക്സിമം കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇല്ല. കണ്ടോ, ഇത്രയും നേരമായിട്ട്, കുറേ നേരമായി ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ഇവരൊക്കെ സ്ട്രോബെറി പറിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ സാധനമില്ല, തിരിച്ചു പോവാണ്. ഹലോ ഹായ്. ഹലോ. ഇവിടെ കണ്ട ഒരു ചെന്തങ്ങ് നിറയെ കൊലയുണ്ടായിട്ട് കൊലച്ച് നിൽക്കുന്നു. എന്ത് രസമാണ് കാണാനിത്. നല്ല ഭംഗിയുള്ള ഒരു ചെന്തങ്ങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ.